നമുക്കൊപ്പം ബാലു ചേരുന്നുണ്ട്. ബാലഗോപാൽ, ഇപ്പോൾ ജമ്മുവിലാണ് ഉള്ളത്. നമുക്കറിയാം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സാഹചര്യം വെച്ച് നോക്കുമ്പോൾ ഇപ്പോൾ ശാന്തമാണ്. ആളുകളൊക്കെ കൂടുതലായിട്ട് ഇറങ്ങി തുടങ്ങിയിട്ടുണ്ടോ? സാധാരണ നിലയിലേക്ക് കാര്യങ്ങൾ എത്തുന്നുണ്ടോ? ഇപ്പോൾ അവിടുത്തെ ഏറ്റവും പുതിയ വിവരം എന്താണ്? ജയലക്ഷ്മി, ഒരു കാര്യം പറയാം. കാരണം ഈ അതിർത്തി ഗ്രാമങ്ങളിൽ, അതിർത്തി സംസ്ഥാനങ്ങളിലൊക്കെ ജനജീവിതം സാധാരണ നിലയിലേക്ക് എത്തുന്നു എന്ന് തന്നെയാണ്, എത്തുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത്. കാരണം കഴിഞ്ഞ 2 ദിവസങ്ങളിൽ നിന്ന് വിഭിന്നമായി ആൾക്കാരൊക്കെ ഇപ്പോൾ നിരത്തിലേക്ക് ഇറങ്ങുന്നുണ്ട്. ഇന്ന് ഞായറാഴ്ചയാണ്, അതുകൊണ്ടാണ് ഈ ആൾക്കാരുടെ ഇറങ്ങുന്നതിന് ഒരു കുറവ് വരുന്നത്. പക്ഷേ എല്ലാ സ്ഥലങ്ങളിലും ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ പാകിസ്ഥാൻ്റെ ശക്തമായ പ്രകോപനം നടന്ന ജമ്മു, സാംബ, രജോരി, പൂഞ്ച്, മെന്താർ, ഉധംപൂർ ഈ മേഖലകളിലൊക്കെ തന്നെ ജനജീവിതം സാധാരണ രീതിയിലേക്ക് വരുന്നുവെന്നാണ് നമുക്ക് ഈ കാഴ്ചകളിൽ നിന്നെല്ലാം തന്നെ മനസ്സിലാകുന്നത്. നിലവിൽ ആൾക്കാർക്ക് ആശങ്കയുണ്ട്. കാരണം പാകിസ്ഥാൻ്റെ ഭാഗത്ത് നിന്ന് വീണ്ടും പ്രകോപനം ഉണ്ടാകുമോ എന്ന ആശങ്കയുണ്ട്. പാകിസ്ഥാൻ്റെ ഭാഗത്ത് നിന്ന് ഈ വെടിനിർത്തൽ കരാർ ലംഘനം ഉണ്ടാകുമോ എന്നൊക്കെയുള്ള ആശങ്കയുണ്ട്. പക്ഷേ ഒരു വലിയൊരു ആശ്വാസം ഇവിടുത്തെ ജനങ്ങളിൽ നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നുണ്ട്. അവർ പൊതുവെ ശുഭാപ്തി വിശ്വാസത്തിലാണ്. കാരണം ഇപ്പോഴുണ്ടായിരിക്കുന്ന ഈ സമാധാനം, അല്ലെങ്കിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ വെടിനിർത്തൽ കരാറിന് ശേഷം ഉണ്ടായിരിക്കുന്ന സാഹചര്യം തുടരുമെന്ന ഒരു പ്രതീക്ഷ അവരെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അത് കൊണ്ട് തന്നെ നമുക്ക് നിലവിൽ ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യം ഇല്ല എന്ന് വേണം പറയേണ്ടതായിട്ടുള്ളത്. കാരണം നമുക്ക് ഈ മറ്റ് സോഷ്യൽ മീഡിയകളിൽ നിന്നോ അല്ലെങ്കിൽ മറ്റ് സ്ഥലങ്ങളിൽ നിന്നോ ഒക്കെ കിട്ടുന്ന വാർത്തകളെക്കാൾ ഉപരിയായി നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത്, അതായത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കഴിഞ്ഞ 2 ദിവസങ്ങളിലും നിങ്ങൾ ഈ വാർത്തകൾ രാവിലെ നൽകുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഈ ഡ്രോൺ അറ്റാക്കുകളൊക്കെ ഉണ്ടായി എന്ന് പറയപ്പെടുന്നതല്ല, ഡ്രോൺ അറ്റാക്കുകൾ ഉണ്ടായ ഈ ജമ്മുവിൽ, ജമ്മുവിൽ ആണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. അവിടെ ഇപ്പോൾ ജനജീവിതം സാധാരണ നിലയിലേക്ക് പോവുകയാണ്. ഒരു തരത്തിലുള്ള ഈ പാകിസ്ഥാൻ്റെ പ്രകോപനവും കഴിഞ്ഞ ഒരു 4-5 മണിക്കൂറുകളായി ഈ പ്രദേശങ്ങളിൽ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല. ഇതേ സമാനമായ സാഹചര്യം തന്നെയാണ് പത്താൻകോട്ടിലും അതുപോലെ തന്നെ രാജസ്ഥാനിലെ ബാർമറിലും ഫിറോസ്പൂരിലും തുടങ്ങിയ എല്ലാ മേഖലകളിലും സംഘർഷം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉണ്ടായിരുന്ന മേഖലകളിലേക്ക് പ്രതീക്ഷ നൽകുന്ന, സന്തോഷവും സമാധാനവും നൽകുന്ന വിവരങ്ങളാണ്. ബാലു നിൽക്കുന്നത് ഗ്രൗണ്ട് സീറോയിലാണ്. ഇന്നലെയൊക്കെ പ്രേക്ഷകർക്കറിയാം ബാലഗോപാൽ എത്രത്തോളം പ്രയാസപ്പെട്ടുകൊണ്ടാണ് പ്രേക്ഷകരിലേക്ക് വാർത്തകളും വിവരങ്ങളും ബാലഗോപാലും ജഗദീഷ് ബിഷ്ടും എത്തിച്ചതെന്ന്. ബാലു ഇന്നലെയൊക്കെ രജൌരിയിൽ നിൽക്കുന്ന സമയത്ത് എന്തൊക്കെ കാഴ്ചകൾ നമ്മൾ കണ്ടതാണ്. ബാലു നിൽക്കുന്നതിന് വളരെ അടുത്താണ് സ്ഫോടന ശബ്ദങ്ങളൊക്കെ കേട്ടത്. പുക ഉയരുന്നത് നമ്മൾ കണ്ടതാണ്. ആളുകൾ പലായനം ചെയ്തത് കണ്ടതാണ്. കയ്യിൽ കിട്ടിയതെല്ലാം വാരി കുട്ടികളെയും പിടിച്ച് ആളുകൾ പോകുന്ന ആ ദൃശ്യങ്ങളൊക്കെ ബാലുവാണ് നമ്മളിലേക്ക് എത്തിച്ചത്. ഇപ്പോൾ ഗ്രൗണ്ട് സീറോയിൽ നിന്നാണ് ബാലു പറയുന്നത്. അതിർത്തിയിൽ നിലവിൽ സ്ഥിതി ശാന്തമാണ്. സാധാരണ രീതിയിലേക്ക് കാര്യങ്ങൾ മടങ്ങിയെത്തുകയാണ്. സാധാരണ രീതിയിലേക്ക് ജനജീവിതം എത്തുകയാണ്. നമുക്ക് വേണ്ടതും അത് തന്നെയാണ്, അതിലൊരു സംശയവുമില്ല. പക്ഷേ നമ്മുടെ സൈന്യം അതീവ ജാഗ്രതയിൽ തന്നെയാണ്.